കോൺഗ്രസ് നേതാക്കളല്ലേ ഈ പാട്ട് ഉണ്ടാക്കിയത്. അവരാലോചിക്കട്ടെ. അതിന്റെ LDF ഒന്നും പ്രതിസന്ധിയിലാക്കിയിട്ടൊന്നും. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടൊരു പാട്ടില്ലാത്ത കലങ്ങിപ്പോകുന്നല്ല ഞങ്ങളെ രാഷ്ട്രീയം. ഈ ഒരു ഗാനം പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിന്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ്, ഇത് BJP-ക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള. അപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പാരഡി ഗാനം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ കേട്ടിട്ടുണ്ടാവും. ആ ഒരു പാട്ട് പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഈ പാട്ട് ഇതിനകം തന്നെ മില്യൺസ് കണക്കിന് കാഴ്ചക്കാരാണ് യൂട്യൂബിലായാലും അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും എല്ലാവരും ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് എന്നുള്ളതാണ്. അത് വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് നമ്മുടെ LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്. എന്നാൽ ഇടതുപക്ഷക്കാരുടെ ഇത്തരം പ്രസ്താവനകളെ വളരെ പുച്ഛത്തോടും അതുപോലെ തന്നെ ഹാസ്യഭാവത്തോടും കൂടിയാണ് UDF നേതാക്കൾ വരവേൽക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പാട്ട് എഴുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു UDF പ്രവർത്തനാണ്. ഞാൻ മോശകരമായ രീതിയിലുള്ള ഒരു വരികളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നും തീർച്ചയായിട്ടും അത്തരം നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ, അതിൽ പേടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആദ്യമായിട്ട് ആ വൈറലായ പാട്ട് നമുക്കൊന്ന് കാണാം. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മനകേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. വയനാടിന്റെ ദുരന്തമകറ്റാൻ ഫണ്ട് കൊടുത്തു നാട്ടാര്, കോടികളേറെ തട്ടിപ്പാക്കി ഫണ്ട് വളർത്തി വന്മാര്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. ആശാവർക്കറെ റോട്ടിലിറക്കി ഭരണക്കാരൻ ആരപ്പ, അക്രമ ഭരണവും അഴിമതി ശരണം കാരണഭൂതം അവരപ്പ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂ. അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് നിങ്ങൾ കേട്ട് കാണും. ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു മതവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടിൻ്റെ ട്യൂണിലാണ് ഇത് ചിട്ടപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ഗാനരചയിതാവ് എന്ന് പറയുന്നത് കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു UDF പ്രവർത്തകൻ തന്നെയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പാട്ട് പാടിയ ആൾ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്ത് കൂട്ടിലങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഡാനിഷ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെയാണ് ഈ പാട്ട് വൈറലായിട്ട് പാടി അവതരിപ്പിച്ചത് എന്നുള്ള കാര്യവും നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഈ പാട്ടിൻ്റെ ട്യൂണും ഇതുമായി ബന്ധപ്പെട്ട വരികളുമെല്ലാം ഒരു മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. എന്നാൽ ഇത് എത്രമാത്രം ആ മതത്തെ അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ കോടതി പരിശോധിക്കേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവാഭരണ സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് കുയിക്കാല DGPക്ക് ഒരു പരാതി കൈമാറിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ ഹനിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നും അതിൽ നിന്ന് സ്വാമി അയ്യപ്പൻ്റെയും അതുപോലെ തന്നെ സസാവിൻ്റെയും എല്ലാം പേരുകൾ മാറ്റണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതിയിൽ അദ്ദേഹം പറയുന്നത്. ഇത് നമ്മളിപ്പം കഴിഞ്ഞ കാലഘട്ടത്തിൽ അറിയാൻ 2-3 മാസമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയും പാളിത്തട്ടിപ്പും ഒക്കെ ആയിട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷൻ ഉൾപ്പെടെ സിമന്റ് തറയിൽ കിടക്കുന്ന ഈ അവസരത്തിലാണ്
പുതിയൊരു പാരഡി ഗാനം കൂടെ വന്നത്. ആ പാരഡി ഗാനം വന്നതിനെ നമുക്കറിയാം ഏറ്റവും അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭക്തിയുള്ള ഒരു ഗാനത്തെയാണ് ആ പാരഡിക്കകത്ത് എടുത്തിട്ടത്. അത് മാത്രമല്ല, അതെന്തും ആയിക്കോട്ടെ, ആർക്ക് എന്ത് പ്രശ്നമായാലും ആ പാട്ടിനകത്ത് ഈ പാരഡി കൊണ്ടുവന്നിട്ട് അയ്യപ്പ അയ്യപ്പ എന്ന് ചേർത്ത് അയ്യപ്പ ഭഗവാനെ അവഹേളിക്കുന്ന ആ ഒരു പാട്ടെന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. പക്ഷേ ഇവിടെ ഈ നാട്ടിൽ ഈ പൂച്ചയ്ക്ക് ആരാ മണി കെട്ടുന്നത് എന്നുള്ളത് നോക്കിയാണ് നടക്കുന്നത്. ആരും അതിനെതിരെ ഒരു പരാതി കൊടുക്കാനില്ല. ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഇത് പരാതി കൊടുക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് ഇന്നലെ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നമ്മുടെ കേരളത്തിലെ ബഹുമാനരായിട്ടുള്ള കുറേ ആൾക്കാർ MP-മാർ അവിടെ പോയി നിന്നിട്ട് ഒരു സമരം ചെയ്ത് വെച്ച് ഈ പാട്ട് തന്നെ അവിടെ പാടുന്നു. ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്ത് ലോകത്തിൻ്റെ മുന്നിൽ അയ്യപ്പനെ അവഹേളിച്ചു. ഇപ്പോൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെ ഓരോ രീതിയിൽ നമുക്കറിയാം, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ വിജയത്തിന് വേണ്ടി പലതും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഉപയോഗിച്ചതിനേക്കാളിലും ഭയങ്കരമാണ് ഇതിനെ ലോകം മുഴുവൻ വൈറലാക്കിക്കൊണ്ട് അയ്യപ്പ ഭഗവാനെ വെറും മോശമാക്കുന്ന രീതിയിലുള്ള ഒരു പാട്ടാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പറയുകയാണ് ഇതിൽ അയ്യപ്പൻ്റെ പേരും ശാസ്താവിൻ്റെ പേരും എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ മതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഞങ്ങളുടെ ദൈവമായ അയ്യപ്പനെയും ബഹുമാനിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രസാദ് എന്ന് പറയുന്ന നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൊടുത്ത പരാതിയിൽ പറയുന്നത്. അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും തീർച്ചയായിട്ടും ആ പാട്ടിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ DGP കൊടുത്ത പരാതിയിൽ ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും പോലീസ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ആ പാട്ടിൽ കയറിക്കൂടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിൽ നടപടികൾ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഈ ട്യൂൺ എന്ന് പറയുന്നത് സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പാട്ടിൻ്റെ ട്യൂണുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തീർച്ചയായിട്ടും അതിലെ വരികൾ തീർച്ചയായിട്ടും അത്തരം മതവുമായോ അല്ലെങ്കിൽ ആചാരവുമായോ അല്ലെങ്കിൽ അവരുടെ ദൈവവുമായോ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ഇനി പറയേണ്ടത് തീർച്ചയായിട്ടും കോടതിയാണ്. ഈ കാര്യം കേസായി മാറിയത് കൊണ്ട് തീർച്ചയായിട്ടും ഇനി അതിന് ആത്യന്തികമായിട്ടൊരു മറുപടി നമുക്ക് കോടതിയിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ LDF നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ട്. നമുക്ക് TP രാമകൃഷ്ണനും അതുപോലെ തന്നെ ജയരാജനും ഒക്കെ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ VD സതീശനും എന്താണ് പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം. കോൺഗ്രസ് നേതാക്കളല്ലേ ഈ പാട്ട് ഉണ്ടാക്കിയത്, അവരാലോചിക്കട്ടെ. അതിന്റെ LDF ഒന്നും പ്രതിസന്ധിയിലാക്കിയിട്ടൊന്നുമില്ല. അത് അങ്ങനെയുള്ളത് സമൂഹത്തിൽ എന്ത് പ്രതികരണമാണ് സൃഷ്ടിക്കുക എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ. ഒരു മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ എന്തെല്ലാം കണ്ട് വളർന്നിട്ടുള്ളവരാ, എന്തെല്ലാം അനുഭവിച്ച് വളർന്നിട്ടുള്ളവരാ. എങ്ങനെയാ ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളായി വളർന്നത്? എത്ര ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയാ, എന്തെല്ലാം സംഭവങ്ങളിലൂടെയാ. അതുകൊണ്ട് ഞങ്ങളെ തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടൊരു പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളെ രാഷ്ട്രീയം. ശബരിമല അയ്യപ്പ ഭക്തന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് വരുന്ന ആളുകളെല്ലാം. ആളുകളുടെ മനസ്സിന് വ്രണമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒരു തരത്തിലും ആർക്കും സ്വീകരിച്ചില്ല. ഇതാണ് LDF നേതാക്കന്മാരുടെ പ്രതികരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസ് നേതാക്കന്മാർ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് എന്നും തീർച്ചയായിട്ടും ഇത് വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നടപടിയെടുത്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് LDF കൺവീനറായ TP രാമകൃഷ്ണൻ തീർച്ചയായിട്ടും ഇപ്പോൾ പറയുന്നത്. പിന്നെ അത് LDFനെ അത് ബാധിച്ചിട്ടൊന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം എല്ലാ പരാമർശങ്ങളും തള്ളിക്കളയുകയാണ് നമ്മുടെ VD സതീശൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗാനം പാരഡി ഗാനം കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഈ പാരഡി ഗാനം പാടിയതിൻ്റെ പേരിൽ ആ പാട്ട് എഴുതിയവർക്കും ട്യൂൺ ചെയ്തവർക്കും കേസെടുക്കാൻ പോവാണെന്ന് പറഞ്ഞു പോലീസ്. ഇതെന്താണ് ഇത്? BJP-ക്കാർ ഇതിനേക്കാൾ ഭേദമുള്ള അതേപോലെയല്ലേ ചെയ്യുന്നത്? എന്താ ഇപ്പൊ ഇത്രയും? അതിന് അവർക്ക് യാതൊരു പരാതിയില്ല. കട്ടു എന്ന് പറഞ്ഞാണ് പരാതി. അത് ഈ പരാജയത്തിൽ വിഭ്രാന്തി പൂണ്ടവരുടെ ജൽപ്പനങ്ങളാണ്. അതൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടുവെക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തൊന്നുമില്ല. ഈ പാട്ടല്ല ബാധിച്ചത്, മോശമാണ് ബാധിച്ചത്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം കൂടി നിങ്ങൾ കേട്ട് കാണും. അതിൽ VD സതീശൻ വളരെ തമാശയോടു കൂടിയാണ് ഇത്തരം ഒരു കാര്യത്തെ സമീപിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ BJP-യേക്കാൾ കഷ്ടമാകും നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്നാണ് പറയുന്നത്. 100 വർഷം പഴക്കമുള്ള പാർട്ടിക്ക് ഒരു പാരഡി പാട്ട് താങ്ങാനുള്ള ശക്തി ഇല്ലേ എന്ന് മുസ്ലിം ലീഗിൻ്റെ
നേതാവും ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രതികരണമാണ് UDFിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് ഉള്ളത്. തീർച്ചയായിട്ടും രണ്ട് പാർട്ടിക്കാരും രണ്ട് ലെവലിലാണ് ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്താണ് ഈ പാട്ട് ഇവിടെ റിലീസായത് എന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. ഈ ഒരു പാട്ട് വിശ്വാസികളുടെ ഇടയിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ദൂരവ്യാപകമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഒറ്റയടിക്ക് തീർച്ചയായിട്ടും ശബരിമലയിൽ നടന്ന കൊള്ള തീർച്ചയായിട്ടും അത്തരം വിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിലാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ചെറിയ ചെറിയ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കുന്നത്. അതിലേറ്റവും വലിയൊരു മാർഗ്ഗമാണ് പാരഡി പാട്ട്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പാരഡി പാട്ടുകൾ ഇറങ്ങുന്നതും ജനങ്ങൾ അത് കേൾക്കുന്നതും. അത്തരത്തിൽപ്പെട്ട ഒരു പാരഡി പാട്ട് തന്നെയാണ് ഈ പോറ്റിയെ കേറ്റിയെ എന്നുള്ള ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തിറക്കിയ പാരഡി പാട്ട്. തീർച്ചയായിട്ടും അത് ഹിന്ദു ജനങ്ങളിൽ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കി എന്ന് നമ്മളാരും സംശയിച്ചാൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സംശയയുക്തമായി തെരഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇത് തന്നെയാണോ UDFിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയത് എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അത്ര മോശക്കാരല്ല നമ്മുടെ മലയാളികളെന്ന് തന്നെ ഉത്തരം പറയേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം ഇത് നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും ഈ വിവാദങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം ശബരിമലയിൽ ഏതായാലും സ്വർണ്ണക്കൊള്ളയും അതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളും അന്വേഷണവും എല്ലാം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും UDFിനായാലും അതുപോലെ തന്നെ LDFിലായാലും ഇതിൽ തുല്യ പ്രാധാന്യമാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട 4 നേതാക്കളിൽ 2 പേർ LDF പ്രവർത്തകരും അതുപോലെ തന്നെ 2 പേർ ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായ ആളടക്കം UDF പ്രവർത്തകരുമാണ്. അപ്പം ഒരു പകുതി ഇതിലുള്ള എല്ലാ ഉത്തരവാദിത്വം രണ്ടാളും ഷെയർ ചെയ്ത് എടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു പക്ഷം. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ആരൊക്കെ ഇതിൽ കൈവച്ചിട്ടുണ്ടോ അവരുടെ കൈയെല്ലാം പൊള്ളുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അന്വേഷണ കമ്മീഷൻ വളരെ സക്സസ് ആയിട്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും കട്ടവനെ പിടിക്കുകയും വേണം. അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്തൊരു പാരഡി ഗാനം തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അത് UDFിനാണോ അല്ലെങ്കിൽ LDFിനാണോ മുറിവേക്കുക എന്ന് ആ സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കൂ. തീർച്ചയായിട്ടും ഇതിൽ ഇടപെട്ട മീനുകളെല്ലാം ചെറുതല്ല, വലിയ മീനുകളാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാൽ ഈ ഒരു വിഷയം തീർച്ചയായിട്ടും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കത്തിച്ച് ഈ ഒരു വിഷയത്തെ വഷളാക്കാതിരിക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കൈകോർത്ത് കൊണ്ട് ശ്രമിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളോ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം, ബൈ.